കഫ്നിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെ. കഫ്നിൽ എന്താണ് അപ്പം കഫ്നിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുമയ്ക്കുന്നത് അല്ലെ. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ചുമയ്ക്കുന്നത് അല്ലെ. അത് നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെ ഇല്ലാതാക്കുക. ആ ഒരു അർത്ഥത്തിലാണ് ഈ പ്രൊഡക്റ്റിന് കഫ്നിൽ എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. അതായത് കഫ്നിൽ, കഫ് റിലീഫ് ഫോർമുല, ചുമ നിവാരണത്തിന് അല്ലെ, ചുമയിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു മുക്തിയാണ് ഈ പ്രൊഡക്റ്റിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് നോക്കണം എന്താണ് ചുമ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ഏത് ചുമയ്ക്കാണ്? അലർജിക് കഫിനുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അലർജിക് കഫിനുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിനൊക്കെ എതിരെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ആന്റി ബാക്ടീരിയൽ കർമ്മമുള്ളതാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. ആടലോടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വർഷങ്ങളായി അല്ലെ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ അറിയാം അല്ലെ, കഫ് വരുമ്പോഴത്തേക്കും ആടലോടകം ഉപയോഗിക്കും അല്ലെ. അപ്പൊ ആടലോടകത്തിന്റെ കർമ്മം എന്താണ്? കഫ് ഛേദനം, കഫത്തെ ഇളക്കി കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആടലോടകം എന്ന് പറയുന്നത്. ഇരട്ടി മധുരം കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സൂത്തനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് തരുന്നത് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. സ്വര്യം എന്ന് പറയും, അതായത് നല്ല പ്ലീസിങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ളതാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിപ്പലി, ഇതില് ത്രികടുവിൽ ഒന്നായിട്ടുള്ള തിപ്പലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തിപ്പലി ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ യോഗവാഹി പ്രോപ്പർട്ടി കൂടി ഉണ്ട്. എന്താണ് യോഗവാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? യോഗവാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടെ ചേർന്നിട്ടുള്ള ഔഷധങ്ങളുടെ കർമ്മത്തെ കുറച്ചുകൂടി വേഗത്തിൽ അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തിപ്പലി എന്ന് പറയുന്നത്. അതിലെ ആ യോഗവാഹി ഗുണം എന്ന് പറയുന്നത് അതിനെയാണ്. പിന്നെ ഉള്ളതാണ് ഷഡി, അതായത് കച്ചോലം എന്ന് പറയുന്നത്. കച്ചോലം ശ്വാസകാസഹരം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കണ്ടകാരി, ചുണ്ട, ആന്റി അലർജിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടീസ്, ആന്റി അലർജിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ കണ്ടകാരി എന്ന് പറഞ്ഞതിന്. പിന്നെ പുതിന, സത്പുതിന, അത് തൊണ്ടയ്ക്ക് കുറച്ചുകൂടി സൂത്തനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്, ഒരു കൂളിംഗ് ആക്ടിവിറ്റി ആണ് തരുന്നത്. അപ്പം ഇത്രയും വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കഫ്നിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് ആർക്കൊക്കെയാണ് നിങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് പാടുള്ളത്? ആർക്കൊക്കെയാണ്? 3 വിഭാഗക്കാർക്കാണ്. അതിൽ ആദ്യത്തെ വിഭാഗക്കാര് എന്ന് പറയുന്നത് കഫ്, അലർജിക് ആയിട്ട് ഉണ്ടാകുന്ന കഫ്, തൊണ്ടയൊക്കെ അല്ലെ, ഇത്തരത്തിൽ നമ്മൾക്കറിയാം ഡോക്ടർ ഒരു തൊണ്ടവേദന അല്ലെങ്കിൽ ചുമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് വാ തുറക്കുക എന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ച് നോക്കാം. ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടോൺസിൽസ് ആണ് നോക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം നല്ല പോലെ സ്വള്ളനായിട്ടാണ് അല്ലെ, വീർത്ത് ആണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ, അതായത് തൊണ്ടവേദനയോട് കൂടിയിട്ടൊക്കെ ഉണ്ടാകുന്നത് ആണ് എങ്കിൽ, അതേപോലെ അലർജിക് കഫ് ആണ് എങ്കിൽ, തൊണ്ടയിലൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, ഭക്ഷണം ഒന്നും കഴിക്കാനായിട്ട് ഭയങ്കര പ്രയാസം ആയിട്ടുള്ള അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ നമ്മുടെ കഫ്നിൽ നൽകാം. ഇനി അടുത്തത് രണ്ടാമത്തത് ഏത് സ്റ്റേജിലാണ് കൊടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. രണ്ടാമത്തതാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന കഫ്. അപ്പം ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന കഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്വസിക്കാനായിട്ട് വളരെ പ്രയാസം ഉണ്ടാവുക, ഒരുപാട് കഫം ഉണ്ടാവുക, അതേപോലെ തന്നെ തുപ്പാനും ഒക്കെ ഒരുപാട് കഫം ഇങ്ങനെ അമിതമായിട്ട് ഉണ്ടാവുമ്പോഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്കുറവ് ഉണ്ടാവുക, ഭയങ്കര ക്ഷീണം, ആലസ്യം ഒക്കെ ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്? കഫ്, അലർജി ഇൻ ദ ചെസ്റ്റിലുള്ള അലർജിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന കഫ്. അപ്പം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരീരം ഒട്ടാസകലം നീർക്കെട്ട് ഉണ്ടാവുക, അതിൽ കഫം ഉണ്ടാവുകയും ചെയ്യാം, അല്ലെങ്കിൽ കഫം ഇല്ലാതിരിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെയും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കഫ്നിൽ നൽകാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന് എന്താണുള്ളത്? മൾട്ടി ആക്ഷൻ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അത് ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഓരോ ഔഷധവും നമ്മൾ ഇപ്രകാരം ഒക്കെ ആക്ട് ചെയ്യും എന്ന് പറയാമെങ്കിലും അതിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് പല ഔഷധങ്ങളും ശരീരത്തില് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഔഷധങ്ങളൊക്കെ ഒരു ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെയും ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളുണ്ട്, അതേപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്, ആന്റി അലർജിക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, ത്രോട്ടിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് അതിനൊക്കെ ഒരു പരിഹാരമാണ്
ത്രോട്ടിനെയൊക്കെ ഒന്ന് സൂത്ത് ചെയ്യും, ഒരു സ്മൂത്തിങ് എഫക്റ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കഫത്തെയൊക്കെ നുലവ് വരുത്തി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് അത് പുറത്തള്ളാനും കൂടി സഹായിക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ കഫ് നിൽ. അപ്പം ഇത് എന്തിനൊക്കെ നൽകാം? എല്ലാ തരത്തിലുമുള്ള ചുമകൾക്ക് നൽകാം. അതുപോലെ പ്രമേഹ രോഗികൾക്കും ഇത് നൽകാം. കാരണം ചെറിയ രീതിയിലുള്ള ഒരു ഷുഗറിന്റെ ഇതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും നൽകാം, കുട്ടികൾക്കും നൽകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു മാസ്റ്റ് സെൽസ് പൊട്ടുമ്പോഴാണ് ഹിസ്റ്റമൈൻസിന്റെ റിലീസ് ഉണ്ടാവുന്നത്. അപ്പം ഈ മാസ്റ്റ് സെൽസ് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, അതിനെ പൊട്ടുന്നതിൽ നിന്നും തടയുകയും കൂടി ചെയ്യുന്നതാണ് നമ്മുടെ കഫ് നിൽ. 100% നാച്ചുറൽ ആണ്, സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ മാർക്കറ്റ് ലെവൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളതിലെ പല പ്രൊഡക്ട്സും ബാൻ ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തിട്ടുള്ളത്? കാരണം പലതിനും പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടെത്തിയതിന്റെ ഫലമായിട്ടാണ് അതൊക്കെ ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പം പറയുന്നത് 60% ഉള്ള രോഗികളും കഫുള്ള ചുമയുള്ള രോഗികളും ഡോക്ടേഴ്സിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അവർ സ്വന്തമായി തന്നെ അത് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളും ഒക്കെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ചെയ്യുന്ന 60% ഉള്ള ആൾക്കാരാണ്. ഇനി ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2800 കോടിയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെയും ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇത്രയധികം മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ എത്തിക്കുകയാണ്, അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നത്. ഇത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ളൊരു തൊണ്ടയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കുക, ഇൻഫെക്റ്റഡ് ഒക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കുക, അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ ഇത് നൽകരുത്. അതേപോലെ തന്നെ TBയും ന്യൂമോണിയയും കാരണമൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ചുമകളിലും, അതേപോലെ വില്ലൻ ചുമ എന്നൊക്കെ പറയും അല്ലെ, അത്തരത്തിലുള്ള ചുമകളിലൊന്നും ഇത് നൽകരുത്. ഇപ്പം കഫ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നൽകിയിട്ടും കഫ് ഒരാഴ്ചക്ക് ശേഷവും കഫ് അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെയും കൊടുത്തു നോക്കരുത്, ഡോക്ടറെ കാണിക്കാനായിട്ട് പറയണം. ഇതൊരിക്കലും 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതല്ല. അതേപോലെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഇപ്പൊ പല വിധത്തിലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്നും ഇത് ഉപയോഗിക്കാനായിട്ടും പാടില്ല.